let's move on to the next question. 29th January question, shift 1 into question number 17 ആണ്. An element E has the ionization enthalpy value of 374. E reacts with the elements A, B, C, D with electron gain enthalpy. Electron gain enthalpy values വന്നിട്ടുണ്ട്. ഹാലജൻസിൻ്റെ വാല്യൂസ് ആണെന്ന് തോന്നുന്നു. The correct order of the products EA, EB, EC and ED in terms of ionic character. Ionic character. ഒരു ionic compound എന്ന് വെച്ചാൽ എന്താ? It has a cation and anion. ഒരു നല്ല അയണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അയണൈസേഷൻ കുറഞ്ഞിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും പെട്ടെന്ന് അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുക. അല്ല, അയണൈസേഷൻ കുറവുള്ള വാല്യൂസ്, ഇപ്പോൾ ആൽക്കലി മെറ്റൽസ്, അവർ അയണിക് കോമ്പൗണ്ട്സ് എപ്പോഴും ഫോം ചെയ്യുക. കാര്യം എന്താ? അവർക്ക് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും, അയണൈസേഷൻ എനർജി ലോ ആയതുകൊണ്ട്. അതേപോലെ തന്നെ നോൺ മെറ്റൽസ് ഹാവിങ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഹൈലി നെഗറ്റീവ് ആണെങ്കിൽ അവർ ഗുഡ് ആനിയോൺസ് ഫോം ചെയ്യും, പെട്ടെന്ന് ആനിയോൺസ് ഫോം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലോറിൻ, അവർക്ക് ഇലക്ട്രോൺസ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇലക്ട്രോൺസ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരും ഇലക്ട്രോൺസ് എടുക്കാൻ ഇഷ്ടമുള്ളവരും കൂടുമ്പോഴാണ് നല്ല അയണിക് ബോണ്ട് ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ മെറ്റൽ സെയിം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ നോൺ മെറ്റൽസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നത് ആരാണ്? ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ക്ലോറിൻ അല്ലേ? അതായത് ബേസിക്കലി ബി ആണ്. ഓക്കെ, സോ ഇ ബി ആണ് ഏറ്റവും വരിക. അത് കഴിഞ്ഞിട്ട് ഇ എ വരും, അത് കഴിഞ്ഞിട്ട് ഇ സി വരും, അത് കഴിഞ്ഞിട്ട് ഇ ഡി വരും അല്ലേ? ഇ ബി, ഇ എ, ഇ സി, ഇ ഡി, ഇത്രയും ഓർത്താൽ മതി. നല്ല ആനിയോൺ ഫോം ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഇലക്ട്രോൺ എടുക്കാൻ പറ്റണം. പെട്ടെന്ന് ഇലക്ട്രോൺ എടുക്കാൻ പറ്റണമെങ്കിൽ ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇ ബി, ഇ എ, ഇ സി, ഇ ഡി. 67 ഓപ്ഷൻ 1 ആണ് കേട്ടോ ആൻസർ വരിക. 67th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഇസ് ദാറ്റ് ക്ലിയർ?